ഹായ് മക്കളെ, അപ്പോൾ നമ്മൾ സ്കൂൾ ഷോപ്പിങ്ങിന് പോയതാണ് കേട്ടോ. വിശാൽ മാർട്ടിൽ നമ്മുടെ ലേഡീസിൻ്റെ ഐറ്റംസൊക്കെയാണ്. 103 പൈജാമാസ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി നടക്കുവാണ് ഞങ്ങൾ. ഈ ശനി ഞായൊക്കെ കൂടി ഓടി നടക്കണം, കാരണം അവർക്ക് അവരുടെ ബോക്സ് അതൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ആ സെക്ഷനിലേക്ക് അവർ ഓടുവാണ്. ഞാൻ നമ്മുടെ ഒരു ഏരിയയിലൊക്കെ കറങ്ങി അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ അവരുടെ സെക്ഷൻ എത്തി. ചപ്പൽസൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒരു സെയിൽസിൽ കിടക്കുവാണ്. അപ്പോൾ അവരവരുടെ പണി തുടങ്ങി. ഓരോ ബോക്സ് എടുത്തുകൊണ്ട് വന്നിട്ട് നല്ലതാണിത് വാങ്ങാം. ബാർബിയാണ് ഇനായക്ക് ഭയങ്കര ഇഷ്ടം, പിങ്ക് കളറും. അപ്പോൾ അവൾ ഹാപ്പിയായി. ഇഷാനി ഇത്തവണ ഒരു പർപ്പിൾ ബോക്സിലാണ് പിടിച്ചത്. അപ്പോൾ ഓരോന്നെ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ട് വരുവാണ് കേട്ടോ ഇനായ. ഇത് നോക്കമ്മേ, അത് നോക്കമ്മേ എന്നൊക്കെ പറഞ്ഞതാ. ഒരു സ്പിന്നർ കണ്ടപ്പോൾ ഇനി അത് മതി. ഇവർ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്, ഇത് മതി അത് മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടോ. നമ്മൾ ഒന്നിനും ഇടപെടുന്നില്ല. വീണ്ടും അത് വെച്ചു. അടുത്തത് പർപ്പിൾ എടുത്തുകൊണ്ട് വരാം. ആ സ്പിന്നർ കണ്ടിട്ട് ഇനി ആ ബോക്സ് മതി. ചേച്ചി പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്, ഇത് കൊള്ളത്തില്ല, ഇത് നമുക്ക് തുറക്കാൻ പാടാണ്, അതുകൊണ്ട് വേറെ എടുക്ക് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഏറ്റവും അവസാനം ബാർബിയിൽ തന്നെ നമ്മൾ വന്നു നിന്നു. ഓരോന്നായിട്ട് ക്രയോൺസ് എടുക്കുന്നുണ്ട്. ക്രയോൺസൊക്കെ വേണമല്ലോ ഇനി സ്കെച്ച് ചെയ്യാനും അതിനും കളറടിക്കാനൊക്കെ. അപ്പോൾ അതൊക്കെ അവരെടുത്ത് നമ്മുടെ ബാസ്ക്കറ്റിൽ വയ്ക്കുന്നുണ്ട്. അവർക്ക് തോന്നുന്നതൊക്കെ എടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് എടുക്കുന്നതെന്ന് പോലും അറിയില്ല. എങ്കിലും നമ്മൾ മേജർ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞുകൊണ്ട് വലിയ ആശ്വാസമുണ്ട്. നമ്മുടെ പയ്യൻ അന്നേരം ഒരു ബോളും പിടിച്ച് കളിയാണ് കേട്ടോ അവിടെയൊക്കെ നടന്ന്. അവന് ഇന്നലെ ഒരു ചെറിയ ഒരു പരിക്കുണ്ട്. 2 സ്റ്റാപ്ലർ അടിക്കേണ്ടി വന്നു കേട്ടോ തലയ്ക്ക്. പക്ഷെ വീണതോ അങ്ങനെ കുരുത്തക്കേടൊന്നും കാണിട്ടില്ല. കബോർഡിൻ്റെ സൈഡിൽ എന്തോ ഇങ്ങനെ പൊങ്ങിയപ്പോൾ കൊണ്ടതാകാനാണ് സാധ്യത. അതുകൊണ്ട് പുള്ളി സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചങ്ങനെ നടക്കുകയാണ്. അടുത്തത് നമ്മുടെ ഒരു തൊപ്പി വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ തൊപ്പിയായിട്ട് വന്നിരിക്കുകയാണ് ഇഷാനി. നല്ല തൊപ്പിയാണ് കേട്ടോ, ഭംഗിയുള്ള തൊപ്പിയാണ്. ക്വാളിറ്റി അറിയില്ല എത്രയുണ്ടെന്ന്. അടുത്ത ആൾ, അദ്ദേഹം എല്ലാം പിങ്കും പർപ്പിളിൻ്റെ ആളാണ്. കണ്ണാടി കണ്ടോ, കണ്ണട അത് കണ്ട ഉടനെ അത് വാങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ടർക്കിയാണെന്നും പറഞ്ഞുകൊണ്ട് ഫേസ് തുടക്കുന്ന ഇതാണ് എടുത്തു വെച്ചിരിക്കുന്നത്. എന്നാലും എടുത്തു കേട്ടോ, ഞങ്ങൾക്ക് കൊണ്ടുപോകാമെന്നും പറഞ്ഞത്. അടുത്ത ആൾ നല്ല മാറ്റാന്നും പറഞ്ഞിട്ട് പോയി പിടിക്കുകയാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഷോപ്പിങ്ങും അതിൻ്റെ ഇടയ്ക്ക് കളിയും. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ